ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ. നമസ്കാരം. ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് 2024 ജൂൺ 9 മുതൽ 15 വരെയുള്ള ഒരാഴ്ച കാലത്തെ 27 നക്ഷത്രക്കാരുടെയും ശുഭാശുഭ ഫല സൂചനകളും പരിഹാര നിർദ്ദേശങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പരിഹാര നിർദ്ദേശങ്ങൾ ഭാരതീയമായിട്ടുള്ള ജ്യോതിഷ ശാസ്ത്രപ്രകാരം അല്ലെങ്കിൽ ഭാരതീയ ആചാരപ്രകാരമുള്ള പരിഹാര നിർദ്ദേശങ്ങളാണ് ഇവിടെ പറയുന്നത്. വളരെ ലളിതമാണ്. ജപധ്യാനാദികൾ, സ്തോത്രമന്ത്രാദികൾ, ക്ഷേത്ര ദർശനം, അവിടെ കഴിയുമെങ്കിൽ ചെറിയ വഴിപാടൊക്കെ കഴിപ്പിക്കുക. ഇങ്ങനെയുള്ള വളരെ ലളിതമായിട്ടുള്ള പരിഹാര നിർദ്ദേശങ്ങളാണ് പറയുന്നത്. ഭാരതീയ വിശ്വാസപ്രകാരം പരിഹാര നിർദ്ദേശങ്ങൾ പാലിക്കുന്നതുകൊണ്ട് ദോഷകാഠിന്യം കുറയുമെന്നും ശുഭഫലങ്ങളിലെ തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നീങ്ങിപ്പോകും എന്നൊക്കെയാണ് ഭാരതീയ വിശ്വാസം. അതിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നതുകൊണ്ട് തീർച്ചയായിട്ടും പ്രയോജനങ്ങൾ വരും എന്നുള്ളതാണ് അനുഭവസ്ഥർ പറയുന്നത്. ആധുനിക ശാസ്ത്രത്തിൽ, മോഡേൺ സയൻസിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മളൊരു സെൽഫ് ട്യൂണിങ് ഉണ്ടല്ലോ, എല്ലാ കാര്യത്തിലും ഒരു ട്യൂണിങ് ഉണ്ട്. അപ്പോൾ ട്യൂണിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരു എക്സ്റ്റേണൽ ഡിവൈസ് അല്ലെങ്കിൽ ഒരു ടൂളാണ് നമ്മുടെ പ്രാർത്ഥനാ ക്രമങ്ങൾ എന്ന് പറയുന്നത്. ആ പ്രാർത്ഥനാ ക്രമങ്ങളുമുണ്ട് നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റിയിലും നമ്മുടെ ആറ്റിറ്റ്യൂഡിലും ഒക്കെ വളരെയധികം വ്യത്യാസം വരുന്നുള്ളതാണ്. എന്ത് പ്രാർത്ഥനയും ഈശ്വര സമർപ്പണവും നമുക്ക് വളരെയധികം ആശ്വാസം, അതായത് സൊളേസ് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ആ ആശ്വാസത്തിൽ നിന്ന്, സന്തോഷത്തിൽ നിന്ന്, സമാധാനത്തിൽ നിന്ന് നമുക്ക് വരുന്ന ഒരു ആക്ടിവിറ്റി ലെവൽ എന്ന് പറയുന്ന പലപ്പോഴും വളരെ ഹൈ ആയിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈശ്വര സമർപ്പണം ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കുറച്ചുകൂടെ നേരായ മാർഗത്തിലേക്ക് പോകുവാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രാർത്ഥന അല്ലെങ്കിൽ ഭക്തി എന്ന് പറയുമ്പോൾ ഷോയിങ് ഓഫ് അല്ല, നമ്മുടെ മനസ്സുകൊണ്ടുള്ള സമർപ്പണമാണ്. അത് ആചാരങ്ങൾ പാലിക്കുന്നതിലുള്ള ആ സമർപ്പണത്തിലാണ് കാര്യം. നമ്മുടെ ലോജിക്കിനനുസരിച്ചുള്ള, നമ്മുടെ യുക്തിക്കനുസരിച്ചിട്ടുള്ള ആചാരങ്ങളുമായിട്ട് നമ്മളൊന്ന് ബാലൻസ് ചെയ്ത് നോക്കിയതിന് ശേഷം അത് പാലിക്കാവുന്നതാണ്. നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം നമ്മൾ റാഷണലൈസ് ചെയ്യുക. തീർച്ചയായിട്ടും നമുക്കൊരു എക്സ്റ്റേണൽ ഹെൽപ്പ് ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ നമുക്കത് മനസ്സിലാവും പ്രാർത്ഥന എത്രത്തോളം നമ്മളെ സഹായിക്കും. ഒരാളുടെ അഡ്വൈസ് പോലും, ഒരു സബ്ജക്റ്റിൽ നമുക്ക് വീക്ക്നെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ട്യൂഷൻ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതുകൊണ്ട് മെച്ചമാവും തീർച്ചയായിട്ടും. ഈ പഠിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളൊരു, അതാണ് കോച്ചിങ് എന്ന് പറയുന്നത്. ആ ഒരു കോച്ചിങ് സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആവറേജിന് താഴെയുള്ളൊരു കുട്ടിയെ ആവറേജിനോ മുകളിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല വിത്ത് പ്രോപ്പർ കോച്ചിങ്. അപ്പോൾ ക്വാണ്ടം ഓഫ് വർക്ക് ക്യാൻ ഓൾസോ ബി റെഡ്യൂസ്ഡ് എന്നുള്ളതാണ് വിത്ത് പ്രോപ്പർ കോച്ചിങ്. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ നമുക്ക് 10 മണിക്കൂർ പഠിക്കുന്ന കുട്ടിക്ക് പ്രോപ്പർ കോച്ചിങ് ഉണ്ടെങ്കിൽ അതേ ഇൻ്റലിജൻസ് ലെവലിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതേ ഇൻ്റലിജൻസ് ലെവലിലെ കുട്ടികൾക്ക് 10 മണിക്കൂർ എന്ന് പറയുന്ന 6 മണിക്കൂർ 7 മണിക്കൂർ കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതാണ് പ്രോപ്പർ കോച്ചിങ് എന്ന് പറയുന്നത്. എല്ലാത്തിനും, ക്രിക്കറ്റ് ആയാലും എഡ്യൂക്കേഷൻ ആയാലും കോച്ചിങ് അത്യാവശ്യമാണ്. പക്ഷേ പലപ്പോഴും ഇവിടെ കോച്ചിങ് സെൻറ്റേഴ്സ് വളരെ കുറവാണ്, ടീച്ചിങ് സെൻറ്റേഴ്സാണ് വളരെ കൂടുതൽ എന്നുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥന സമർപ്പണ മനോഭാവത്തോടെ അനുഷ്ഠിച്ചുള്ളത് തീർച്ചയായിട്ടും അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകും. മനസ്സിന് സന്തോഷവും സമാധാനവും ഉണ്ടായാൽ മതി. അതിൽ നിന്ന് നമ്മുടെ ഫുൾ പൊട്ടൻഷ്യൽ വിൽക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എല്ലാ ഐശ്വര്യങ്ങളും വരും. ഇനി രാശിഫലത്തിലേക്ക് കിടക്കാം. ആദ്യമായി മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം. സാമ്പത്തികമായിട്ടുള്ളൊരു ഉയർച്ച വരുന്നത് കൊണ്ടുള്ള ഒരു ആത്മവിശ്വാസം, അല്ലെങ്കിൽ അതിൻ്റെ സൂചനകൾ ലഭിക്കുന്നത് കൊണ്ടുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാകും. ആ ആത്മവിശ്വാസം നിന്ന് വരുന്ന ഒരു പ്രസന്നത മുഖത്ത് വളരെ കാര്യമായിട്ടുണ്ടാവും എന്നുള്ളതാണ്. ആ കോൺഫിഡൻസ് ലെവൽ കൊണ്ട് തന്നെ പുതിയ ജോലിക്കും ബെറ്ററായിട്ടുള്ള പ്രോസ്പെക്ട്സിനും ഒക്കെ വേണ്ടി ട്രൈ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ വരും. അത് കൂടാണ്ട് ആ പ്രചോദനം കൊണ്ട് നമുക്ക് ജീവിതത്തിൽ പലതും നേടിയെടുക്കുവാൻ കഴിയും. ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇൻ്റർവ്യൂസിലൊക്കെ നമ്മൾ സക്സസ്ഫുൾ ആക്കുവാൻ കഴിയുന്ന ഒരു പുഷ് നൽകും എന്നുള്ളതാണ്. നമ്മുടെ ലാംഗ്വേജ് ഫ്ലുവൻസി മെച്ചമാകും. അല്ല, അത് ഇപ്പോൾ ഒരു ഫൈൻ മോർണിംഗ് മെച്ചമാകുമെന്ന് പലരും ചോദിക്കും. അങ്ങനെയല്ല, ചില പ്രത്യേക സിറ്റുവേഷൻസിൽ നമ്മുടെ ലാംഗ്വേജ് ആ ഫാക്കൽറ്റി അങ്ങ് പോകും. ഒരു ടെൻഷനുള്ളൊരു സമയത്ത് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ആക്ച്വലി യു ആർ കേപ്പബിൾ ഓഫ് ടോക്കിംഗ് വെരി വെൽ, പക്ഷേ അതങ്ങ് പെട്ടെന്ന് പോകും. ചിലപ്പോൾ ടെൻഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു ചോദ്യത്തിന് ആൻസർ അറിയില്ല എന്നുണ്ട്. ഇതങ്ങനെയല്ല, ഒരു കോൺഫിഡൻസ് ലെവൽ വിൽ ബി ഹൈ. അതുകൊണ്ട് ഇൻ്റർവ്യൂസിനൊക്കെ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആകും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. ജോലിയിൽ സാലറി അരിയേഴ്സോ അല്ലെങ്കിൽ ഇൻക്രിമെൻ്റ് അരിയേഴ്സോ ചെറിയൊരു പ്രൊമോഷനോ അനുകൂലമായിട്ടുള്ള ട്രാൻസ്ഫറോ ഒക്കെ വരുന്ന
ഒരു സമയമാണ്. വിവാഹ കാര്യങ്ങൾക്ക് വളരെ നല്ല സമയമാണെന്ന് പ്രത്യേകിച്ച് അറിയുക. വിവാഹം കഴിക്കാൻ ആ ഏജ് ഗ്രൂപ്പിലുള്ളവരും വിവാഹം എന്തെങ്കിലും കാര്യത്തിൽ തടസ്സം ഉണ്ടായവർക്ക്, അതായത് ചൊവ്വാദോഷം അല്ലെങ്കിൽ രാഹുദോഷം ശനിദോഷം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, ഏതെങ്കിലും തരത്തിൽ വിവാഹം ഡിലേഡ് ആയിട്ടുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ കാലം. പ്രത്യേകിച്ച് ഈ ആഴ്ച അനുകൂലമാണെന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. വിവാഹത്തിനായി ശ്രമിക്കുക. വിവാഹ നിശ്ചയം ഉണ്ടാകാനുള്ള ഭാഗ്യമുണ്ട്. നമുക്ക് മനസ്സിന് ഇണങ്ങിയ രീതിയിലുള്ള ഒരു ജീവിത പങ്കാളി വരാനുള്ള ഭാഗ്യമുണ്ട്. ബിസിനസ്സിൽ പ്രോഗ്രസ് ദൃശ്യമാകും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എല്ലാ ഫീൽഡിലും, അത് ഇപ്പോൾ സിനിമയായാലും ടി വി ആയാലും എനി ഫീൽഡ് ഫോർ ദാറ്റ് മാറ്റർ, നമുക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ്, അവാർഡ്, റെക്കഗ്നിഷൻ ഇവ വരാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം അറിയുക. എന്നാൽ ആരോഗ്യ കാര്യങ്ങളിലൊന്ന് ശ്രദ്ധിച്ചോളൂ. ഹൈ സ്പീഡ് ഡ്രൈവിംഗ് ആൻഡ് റൈഡിംഗ് ഒന്നും വേണ്ട. അതുപോലെ കോപസ്വഭാവം വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. തെറ്റിദ്ധാരണകൾ വേണ്ടപ്പെട്ടവർക്ക് വരുന്ന ഒരു കാലമാണ്. നമ്മുടെ ബിഹേവിയർ ഒന്ന് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പല ക്ലോസ് പീപ്പിളും അകന്നു പോകാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. തടസ്സങ്ങളൊക്കെ നീക്കുവാനായി, പ്രയാസങ്ങളൊക്കെ നീക്കുവാനായി മഹാഗണപതിയെ പ്രത്യേകം പ്രാർത്ഥിക്കുക. പ്രണമ്യ ശിരസാ ദേവം ഗൗരീപുത്രം വിനായകം എന്നുള്ള ആ സ്തോത്രം ഭക്തിപൂർവ്വം ജപിക്കുക. 5 പ്രാവശ്യം വെച്ച് ദിവസവും ജപിച്ചുകൊണ്ട് തിങ്കളാഴ്ചകളിൽ 18 പ്രാവശ്യം ജപിക്കുക. എല്ലാ തടസ്സങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. സന്തോഷമായിരിക്കും. ഇടവം രാശി കാർത്തിക അവസാനത്തെ 1/4 ഭാഗം, രോഹിണി മകയിരം ആദ്യത്തെ പകുതി ഭാഗം. ചെറിയ ബിസിനസ്സൊക്കെ, കച്ചവടം, മാർക്കറ്റിംഗ്, അങ്ങനെയുള്ള റിയൽ എസ്റ്റേറ്റ്, അങ്ങനെയൊക്കെ ഉള്ള ചെറിയ ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക്, നോട്ട് ക്യാപിറ്റൽ ഇൻറ്റൻസീവ്, ചെറിയ ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക് വരുമാനം വർദ്ധിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. ഈ റോഡ് സൈഡ് വെൻഡേഴ്സ് അവരുൾപ്പെടെയുള്ള ഒരു ചെറിയ കച്ചവടം, പ്രത്യേകിച്ച് കടയൊന്നും ഇല്ലാണ്ട് നമ്മൾ നടത്തുമല്ലോ, അതിനൊരു ഷോപ്പില്ലാണ്ട് തന്നെ നടത്തുന്ന അത്തരത്തിലുള്ള ചെറിയ കച്ചവടക്കാർക്ക് വരുമാനം വർദ്ധിക്കുവാനും ലാഭമുണ്ടാകുവാനുമുള്ള യോഗമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കടമൊക്കെ വാങ്ങിയവർക്ക് അതിൻ്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ടാവുമല്ലോ, ആ ടെൻഷനൊക്കെ അല്പം ഒന്ന് കുറയാം ഈ ചിലവ് സെയിൽസ് വർദ്ധിക്കുന്നതുകൊണ്ട്. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഈ വാരം കാണുന്നുണ്ട്. എന്നാൽ വലിയ ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക് ഒരു സ്റ്റാഗ്നേഷൻ, ഒന്നും അങ്ങോട്ട് പോകുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടാകാം. അവർക്ക് വലിയ ബാധ്യത കടമൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിന് ടെൻഷൻ ഉണ്ടാക്കുന്ന അനുഭവങ്ങളും വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അറിയുക. ഇപ്പോൾ പുതിയ ബാധ്യതകൾ വരുത്തി വെക്കാണ്ടിരിക്കുകയാണ് നല്ലത്. രാശിയിൽ ജനിച്ചവർക്ക് ഇപ്പോൾ വസ്തു വിൽപ്പന അല്ലെങ്കിൽ വസ്തു വാങ്ങുക ഇങ്ങനെയൊക്കെയുള്ള അതിനൊന്നും അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല. ഇപ്പോൾ വസ്തു വിൽപ്പനയ്ക്കൊക്കെ ആൾ വന്നാലും പിന്നെ അതിന് മറുപടി ഒന്നും കാണില്ല. അവിചാരിതമായിട്ടുള്ള തടസ്സങ്ങളും പ്രയാസങ്ങളും നമ്മളെ പ്രോപ്പർട്ടിയൊക്കെ സെല്ല് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വരാനുള്ള ഒരു സാധ്യത ഏറെ കാണുന്ന ഒരു വാരമാണ്. എന്നാൽ കലാ, സാഹിത്യം, സിനിമ, TV അങ്ങനെയുള്ള രംഗങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് പുതിയൊരു ഇൻസ്പിറേഷൻ വരാനും ഭാവനയൊക്കെ നന്നായിട്ട് വരാനും, പ്രത്യേകിച്ച് രചന, കവിത, കഥാരചന, അല്ലെങ്കിൽ നമ്മൾ മാഗസീൻസിലൊക്കെ എഴുതുന്നവരുണ്ടല്ലോ, അവരുടെ ഫാക്കൽറ്റീസൊക്കെ കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിരിക്കും. കാരണം ശുക്രൻ രാശിയിൽ വരുന്നത് കൊണ്ട് ഭാവനയൊക്കെ വളരെ കൂടും. നമ്മൾ സാധാരണക്കാർക്കൊക്കെ കുറച്ചുകൂടെ ഒരു ഡ്രീമി ആയിട്ടുള്ള ഒരു വാരമായിരിക്കും എന്നുള്ളതാണ്. കൂടുതൽ സ്വപ്നങ്ങൾ, അങ്ങനെയുള്ള സങ്കല്പങ്ങളൊക്കെ വരുന്ന, ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ് മെച്ചമാകുന്ന ആർക്കിടെക്ട്സ് അങ്ങനെയുള്ളവർക്കൊക്കെ കുറച്ചുകൂടെ നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുവാൻ കഴിയുന്ന ഒരു വാരമാണ്. അതുകൊണ്ട് പുതിയ ബിസിനസ്സിലൊക്കെ വളരെ ക്രിയേറ്റീവ് നോവൽ ഐഡിയാസൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ ബെറ്റർ റിട്ടേൺസ് വരുന്ന ഒരു കാലമാണ്. എന്നാൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒന്നിനും നല്ലതല്ല. ഷെയർ മാർക്കറ്റ് രംഗത്ത് വർക്ക് ചെയ്യുന്നവർക്കൊന്നും അത്ര അനുകൂലമായിട്ടുള്ള കാലമല്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കടം കൊടുക്കുക, കടം വാങ്ങുക, ഈ വസ്തു വാങ്ങുന്നതിന് നമ്മൾ അഡ്വാൻസ് കൊടുക്കുക, അതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ധനനഷ്ടത്തിനുള്ള സാധ്യതയുണ്ട്. വിദേശത്ത് പോകാനൊക്കെ ചിലർ ക്യാഷൊക്കെ അഡ്വാൻസ് ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിനൊന്നും അനുകൂലമായിട്ടുള്ള സമയമല്ല. എവിടെയാണോ നമ്മൾ കൊടുത്തത് ചിലപ്പോൾ ആ പണം ആ വഴിക്ക് അങ്ങ് പോയി എന്ന് വരും. കാര്യമായിട്ട് നടക്കണമെന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയ പ്രയാസമുണ്ട്. അതുപോലെ വിവാഹ കാര്യങ്ങളിലും ദൈവാധീനം അല്പം കുറഞ്ഞൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ തീരുമാനങ്ങൾ കറക്റ്റ് ആവണമെന്നില്ല. പ്രണയം അതുകൊണ്ട് തന്നെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നറിഞ്ഞോളൂ. ദൈവാധീനം വർദ്ധിപ്പിക്കുക. എല്ലാ പ്രയാസങ്ങളും, ഈ പറഞ്ഞ തടസ്സങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെ നീങ്ങും. അതിനായിട്ട് വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്ര ദർശനം, മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. അത് വളരെ നല്ലതാണ്. മഹാവിഷ്ണു ക്ഷേത്രം തന്നെ ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. പത്മനാഭസ്വാമി ക്ഷേത്രം പോലെ ഒരു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഉത്തമമാണ്. അടുത്ത ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ഇല്ല എന്നുണ്ടെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രം ധാരാളം മതിയാകും. അവിടെ ദർശനം നടത്തുക, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക.
കഴിയുമെങ്കിൽ ഒരു പുഷ്പാഞ്ജലി അവിടെ കഴിപ്പിക്കുക. അപ്പോൾ പ്രയാസങ്ങളൊക്കെ നീങ്ങും, തടസ്സങ്ങളൊക്കെ നീങ്ങി കുടുംബത്തിൽ ഐശ്വര്യം വരും എന്നുള്ളതിൽ സംശയം വേണ്ട. പ്രായമായവർ അവരുടെ ആരോഗ്യ കാര്യങ്ങളിലൊന്ന് ശ്രദ്ധിച്ചോളുക. ഈ ബ്ലഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സ് എന്ന് പറയും, രക്തദൂഷ്യം, അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഈ അലർജിക് കണ്ടീഷൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള സാധ്യത, ഈ ഡൈജഷൻ സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ, ഇതൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഈ പ്രയാസങ്ങൾ നീക്കുവാനായി ഓം നമഃ ശിവായ 108 പ്രാവശ്യം ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങി കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും വന്നു ചേരും. മിഥുനം രാശി, മകയിര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യത്തെ 1/4 ഭാഗം. എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും ആദ്യം ഒരു തടസ്സം വരുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. അത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു വിജയത്തിലേക്ക് എത്തുവാനുള്ള വഴി തുറക്കും എന്നുള്ളതാണ്. ഒരു കംപ്ലീറ്റ് സക്സസ് എന്നുള്ളതല്ല പറയുന്നത്. നമ്മൾ ഏതിന് എഫേർട്ട് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ റിസൾട്ട്സ് തീർച്ചയായിട്ടും ഉണ്ടാവും, അല്പം വൈകിയാണെങ്കിൽ പോലും. വ്യാഴൻ അത്ര ശുഭകരമായിട്ടുള്ള സ്ഥാനത്തല്ലാത്തത് കൊണ്ടാണ് ഈ റിസൾട്ട്സ് വൈകും എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി അയ്യോ നടന്നില്ലല്ലോ എന്ന് പറയേണ്ട കാര്യമില്ല. അത് അല്പം വൈകിയാണെങ്കിലും നടന്നു കിട്ടുവാനുള്ള യോഗമുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് പണച്ചെലവ് വരാം. കുടുംബത്തിൽ ആർക്കെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങളോ വിദ്യാർത്ഥികളുടെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലോ ഒക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ചിലവായിരിക്കില്ല. അഡീഷണൽ എക്സ്പെൻസസ് വരാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ളതുകൊണ്ട് അല്പം പണം കരുതി വയ്ക്കുന്നതായിരിക്കും നല്ലത്. കുടുംബത്തിൽ ആർക്കെങ്കിലും ചെറിയ ഹെൽത്ത് പ്രോബ്ലംസ് കൊണ്ടും ഈ പ്രയാസങ്ങൾ വരാം. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുക. എന്നാൽ വിവാഹാലോചനയൊക്കെ വരാനുള്ള ഒരു ഭാഗ്യമുണ്ട് എന്ന് പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. പൊതുവെ ഉറക്കവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ തടസ്സം വരുന്നു എന്നുള്ളതാണ്. ഉറക്കം കൊണ്ട് സ്മൂത്താവണം എന്നില്ല. അതായത് എത്ര ഉറങ്ങിയാലും ഒരു പക്ഷേ പകൽ ക്ഷീണവും പ്രയാസങ്ങളും വരാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ദേഷ്യം വർദ്ധിക്കുവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. കോപസ്വഭാവമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. വേണ്ടപ്പെട്ടവരുമായ അഭിപ്രായ വ്യത്യാസവും അകൽച്ചയും ഒക്കെ വരാനുള്ള സാധ്യത ഏറെയാണ്. അതുപോലെ വാഹനത്തിന് റിപ്പയറൊക്കെ വരാം, അല്ലെങ്കിൽ വീടിന് എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ മെയിൻ്റനൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അഗ്നി, ജലം ഇവ കൊണ്ട് ചെറിയ പ്രയാസങ്ങൾ കൊച്ചുകുട്ടികൾക്കുമൊക്കെ വരാം എന്നുള്ളതുകൊണ്ട് അതിൻ്റെ പ്രോക്സിമിറ്റി ഒന്ന് ഒഴിവാക്കുക. പൊതുവെയുള്ള പ്രയാസങ്ങളൊക്കെ നീക്കുവാനായി മഹാലക്ഷ്മി പ്രീതി വരുത്തുക. സാമ്പത്തിക പ്രയാസങ്ങൾ അപ്പോൾ കുറേ അങ്ങോട്ട് കുറഞ്ഞു കിട്ടും, വരുമാനം വർദ്ധിക്കും എന്നുള്ള കാര്യം അറിഞ്ഞോളൂ. അതിനായിട്ട് വെള്ളിയാഴ്ച ദേവീക്ഷേത്ര ദർശനം നടത്തുക. ക്ഷേത്രത്തിൽ ദിവസവും മഹാലക്ഷ്മി സ്തോത്രം ജപിച്ച് വെള്ളിയാഴ്ചകളിൽ ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് 5 പ്രാവശ്യം ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും ഒഴിവായി മനസ്സിന് സമാധാനവും കുടുംബത്തിന് ഐശ്വര്യവും വന്നു ചേരും. കർക്കിടകം രാശി, പുണർന്ന അവസാനത്തെ 1/4 ഭാഗം, പൂയം ആയില്യം. വളരെ കാലത്തിന് ശേഷമുള്ള, അതായത് വർഷങ്ങൾ ഒരുപക്ഷെ അതിന് ശേഷമുള്ള അല്പം അനുകൂലമായിട്ടുള്ള ഒരു സമയം ആരംഭിച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ നാളെ മുതൽ നല്ല സമയം എന്നുള്ളതല്ല. അതിൻ്റെ സൂചനകളും അവസരങ്ങളും വന്നു ചേരും. നമ്മൾ അവസരങ്ങൾ എത്രത്തോളം കൺസ്ട്രക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നു അത്രയും നല്ല റിസൾട്ട്സ് കിട്ടുന്നുള്ളതാണ്. അത് നമുക്ക് ഓപ്പർച്യൂണിറ്റി ലഭിച്ചു കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റണമല്ലോ. കൺസ്ട്രക്റ്റീവായിട്ട് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ റിസൾട്ട്സ് ക്യാൻ ബി എക്സ്പെക്റ്റഡ് എന്നുള്ളതിന് തീർച്ചയായിട്ടും ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് വളരെ അലേർട്ടായിട്ടിരിക്കണം. നമുക്കിപ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റി ആണെന്നുണ്ടെങ്കിൽ MNCs എവിടെയൊക്കെയാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് റൈസ് ചെയ്യുന്നത് എന്ന് നമ്മൾ അന്വേഷിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഏത് ഇൻ്റർവ്യൂ കോളും അറ്റൻഡ് ചെയ്യണം. എത്ര കുറഞ്ഞ ജോലിയാണെന്ന് തോന്നിയാലും ആ ഇൻ്റർവ്യൂ കോൾ അറ്റൻഡ് ചെയ്യണം. അപ്ലൈ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ദൂരദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വാരം അനുകൂലമാണ്. യു ക്യാൻ ട്രൈ ഫോർ ഇറ്റ്. അതൊക്കെ ശരിയായിട്ട് വരുന്ന ഒരു സമയമാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആരുടെയെങ്കിലും നമുക്കിഷ്ടമുള്ളവരുടെയോ അല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് പരിചയം പോലും ഇല്ലാത്തവരുടെ സഹായം വന്നു ചേരാനുള്ള യോഗമുണ്ട് എന്ന് പ്രത്യേകിച്ചറിയാം. നമുക്ക് കോൺടാക്ട്സ് ഉണ്ടെങ്കിൽ അത് ക്രിയേറ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ട ഒരു കാലമാണ്. കാരണം ആ കോൺടാക്ട്സ് കൊണ്ടാണല്ലോ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നേട്ടങ്ങൾ വരുന്നത്. നമ്മൾ മറ്റുള്ളവർ അറിയണ്ടേ? നമുക്ക് കോൺടാക്ട്സ് ഉണ്ടെങ്കിലല്ലേ അത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടി കോൺടാക്ട്സിലൂടെ നമുക്കൊരു ജോബ് ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഒരു ബെറ്റർമെൻറ്റിന് വേണ്ടി ശ്രമിക്കാം. പുതിയ ബിസിനസ്സൊക്കെ വരുന്ന ഒരു സമയമാണ് എന്നുള്ളതിൽ സംശയം വേണ്ട. യങ് ഏജിലുള്ളവർക്കും ഈ പ്രണയത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഉള്ളവർക്കും ഒക്കെ പ്രണയം വരാനുള്ള ഒരു ഭാഗ്യമുണ്ട്. പലപ്പോഴും പ്രണയം വരാനുള്ള ഭാഗ്യമുണ്ടെന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കും എനിക്ക് വന്നില്ല എന്ന് പറയാറുണ്ട്. അതിന് കാരണം ഇതാണ്, ആ ഏജ് വരണം, പ്രണയത്തിനുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ളവർക്കേ വരുള്ളൂ. അതായത് ഇപ്പോൾ എത്ര നല്ല സമയം വന്നാലും കുട്ടി പഠിച്ചാലേ മാർക്സ് കിട്ടുകയുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെയാണ്
പ്രണയ കാര്യങ്ങളിലും ആ ഏജും മൈൻഡ് സെറ്റും അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉള്ളവർക്ക് പ്രണയം വരാനും ഒക്കെ ഭാഗ്യമുണ്ട്. അല്ലാത്തവർക്ക് നല്ല സൗഹൃദങ്ങൾ വരാം. നമ്മൾ പുരുഷനോ സ്ത്രീയോ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സൗഹൃദവും വരാനും ആ സൗഹൃദത്തിലൂടെ ഫ്രണ്ട്ഷിപ്പിലൂടെ നമുക്ക് ഉയർച്ചയ്ക്കുള്ള പോസിബിലിറ്റീസും വന്നു ചേരും എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറച്ച് പണം വരാനുള്ള ഭാഗ്യമുണ്ട്. ഉദാഹരണത്തിന് പ്രൊമോഷനോ സാലറി അരിയേഴ്സോ ഇൻക്രിമെൻ്റ് അരിയേഴ്സോ ഒക്കെ ലഭിക്കാനുള്ള യോഗമുണ്ട്. ചിട്ടിയൊക്കെ ലഭിക്കാനുള്ള ഭാഗ്യവും കാണുന്നു. ഒരുപക്ഷെ നേരത്തെ പ്രണയത്തെക്കുറിച്ച് അനുകൂലമായിട്ട് പറഞ്ഞു. മനസ്സുകൊണ്ട് ഏറ്റവും ഇഷ്ടപ്പെടുന്ന നമ്മുടെ സങ്കല്പത്തിലെ ഒരാൾ വന്നു ചേരാനുള്ള ഭാഗ്യവും ഈ വാരം കാണുന്നു. അതുകൊണ്ട് തന്നെ വിവാഹ കാര്യങ്ങൾക്ക് വളരെ അനുകൂലമാണ്. പ്രത്യേകിച്ച് ദോഷജാതകം ഒക്കെ ഉള്ളവർ അല്ലെങ്കിൽ പുരുഷന്മാർക്ക് ശുദ്ധജാതകം ഉള്ളവരൊക്കെ ഇപ്പം അന്വേഷിച്ചോളൂ. യോജിക്കുന്ന രീതിയിലുള്ള വരനെ അല്ലെങ്കിൽ വധുവിനെ തന്നെ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. സിനിമ, TV, പൊതുവെ കലാരംഗവുമായിട്ട് ഇപ്പോൾ മ്യൂസിക് കൺസേർട്ട് ആയാലും ഡാൻസ് പ്രോഗ്രാംസ് ആയാലും അതൊക്കെ ചെയ്യുന്ന പ്രൊഫഷണൽസിന് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അവർക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. വിവാഹ കാര്യങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ബിസിനസ്സൊക്കെ റൺ ചെയ്യുന്നവർക്ക് അത് ലാഭത്തിലെത്തുവാനുള്ള ഭാഗ്യവും ബിസിനസ് ഒന്ന് ഡൈവേഴ്സിഫൈ ചെയ്യാനുള്ള അവസരവും ഒക്കെ വരാം. അതായത് അതിനാവശ്യമായിട്ടുള്ള ലോൺ ക്രെഡിറ്റ് സൗകര്യങ്ങളും ലൈസൻസും ഒക്കെ എളുപ്പം തന്നെ കിട്ടും. വസ്തു വിൽപ്പനയ്ക്കും വസ്തു വാങ്ങുവാനും നല്ല സമയമാണെന്ന് പ്രത്യേകിച്ചറിയാം. പൊതുവെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ കാണുന്നതുകൊണ്ട് അടുത്ത ക്ഷേത്രത്തിലെ ഗണപതിക്ക് ഒരു നാളികേരം നിവേദിക്കുക തിങ്കളാഴ്ചകളിൽ. ആ നാളികേരം അത് ഓപ്ഷണലാണ്. നമ്മൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രീ ഗണേശ അഷ്ടോത്തരം ജപിച്ചോളൂ, ഉത്തമമാണ്. എല്ലാ തടസ്സങ്ങളും നീക്കിത്തരും. ഓം ഗണേശായ നമഃ, ഓം ശ്രീ ഗൗരീപുത്രായ നമഃ, ഓം സ്കന്ദാഗ്രജായ നമഃ, അവ്യായ നമഃ, ഇങ്ങനെ പോകും അത്. അപ്പോൾ അതങ്ങോട്ട് ജപിച്ചോളൂ. തുടർച്ചയായിട്ട് ജപിക്കുക. ഒരു ദിവസം 5 പ്രാവശ്യം ജപിക്കാമെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്ന് മാത്രമല്ല സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയും ഒരു പൊതുവെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫും ഒക്കെ കിട്ടും. മനസ്സിന് സന്തോഷവും വരും. കുറച്ചു കാലമായിട്ടില്ലാതിരുന്ന സമാധാനവും വരാനുള്ള ഭാഗ്യമുണ്ട് എന്ന് പ്രത്യേകിച്ച് അറിയുക. എല്ലാ പ്രയാസങ്ങളും നീക്കുവാനായിട്ട് ശിവക്ഷേത്ര ദർശനം കൂടി ആയിക്കോളൂ. കാരണം ആരോഗ്യപരമായിട്ട് ചെറിയ പ്രയാസങ്ങൾ കാണുന്നു എന്നുള്ളതാണ്. മാത്രമല്ല നാഗരാജ സാന്നിധ്യവും നാഗരാജ പ്രീതിയും അത്യാവശ്യം വേണം. അതുകൊണ്ട് പ്രശസ്തമായിട്ടുള്ള ആ ശിവസ്തോത്രം ജപിക്കുക. നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാംഗരാഗായ മഹേശ്വരായ. ആ സ്തോത്രം ജപിക്കുക. ദിവസവും 9 പ്രാവശ്യം ജപിച്ചോളൂ. ഞായർ തിങ്കൾ ദിവസങ്ങളിൽ 18 പ്രാവശ്യവും ജപിച്ചോളൂ. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങ് വന്നോളും. സന്തോഷമായിട്ടിരിക്കുക. ചിങ്ങം രാശി, മകം പൂരം ഉത്രമാദ്യത്തെ കാൽഭാഗം. കാര്യങ്ങളിൽ അങ്ങോട്ട് ഇടപെടുമ്പോൾ നമ്മൾ എഫേർട്ടിനനുസരിച്ചിട്ടുള്ള ഒരു റിസൾട്ട്സ് വരുന്നില്ല എന്നുള്ളൊരു വിഷമം വരാം എന്നുള്ളതാണ്. പലപ്പോഴും അകാരണമായിട്ടുള്ള കാര്യതടസ്സം, എന്തിനിറങ്ങിയാലും ഒരു തടസ്സം. ഇപ്പോൾ നമ്മളൊരു വാഹനത്തിന് വേണ്ടി പുറത്തിറങ്ങി അതങ്ങോട്ട് കിട്ടില്ല. ബസ്സാണെങ്കിൽ ബസ്, ഓട്ടോ ആണെങ്കിൽ ഓട്ടോ, അങ്ങനെ എന്ത് കാര്യത്തിലും ആദ്യം ഒരു തടസ്സം വരാം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് മനസ്സിന് അല്പം ഒരു വിഷമം, ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസും വരാം. എന്നാൽ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ എന്തൊക്കെ തടസ്സം വന്നു കഴിഞ്ഞാലും നമുക്ക് കാര്യങ്ങൾ അല്പം വൈകിയാലും നടന്നു കിട്ടും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട എന്നുള്ള കാര്യം അറിയുക. എന്നാൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സമയമല്ല. അതുകൊണ്ട് ഷെയർ മാർക്കറ്റിലായാലും ബിസിനസ്സിലായാലും ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഡൈവേഴ്സിഫൈ ചെയ്യുന്നതും ഒട്ടും നല്ലതല്ല. പഴയ കടമുള്ളവരാണെങ്കിൽ ഒട്ടുമേ പാടില്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. പ്രണയിക്കുവാൻ പറ്റിയ വാരമല്ല, അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പ്രണയകാര്യങ്ങളിൽ ഒരു തീരുമാനം എടുക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അതും തൽക്കാലം ഒഴിവാക്കുക എന്നുള്ളതാണ്. അതുപോലെ പുതിയ കാര്യങ്ങളിൽ ഇടപെടുന്നത്, വേണ്ടപ്പെട്ടവരുടെ കാര്യങ്ങളിൽ, പ്രൈവറ്റ് മാറ്റേഴ്സിൽ നമ്മൾ ഇൻ്റർഫിയർ ചെയ്യുന്നൊക്കെ ഒഴിവാക്കുക. കാരണം നമ്മുടെ സൽപ്പേരിന് പ്രയാസം വരുന്ന കാലമാണ്. റെപ്യൂട്ടേഷൻ അറ്റ് സ്റ്റേക്ക് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അതുപോലെ സൽപ്പേരിന് പ്രയാസം വരുന്ന ഒരു കാലമാണ് എന്ന് പ്രത്യേകിച്ച് അറിയാം. അതുകൊണ്ട് തന്നെ സോഷ്യലൈസേഷൻ ഒന്ന് ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വിദ്യാർത്ഥികളായാലും പൊതുവെ യങ്സ്റ്റേഴ്സ് അതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ന് പ്രായമൊന്നുമില്ല, ഏത് കാര്യത്തിലായാലും അതൊന്ന് റെസ്ട്രിക്റ്റ് ചെയ്തോളൂ കേട്ടോ. നമ്മുടെ സോഷ്യലൈസേഷൻ ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ തന്നെ പല പ്രയാസങ്ങളും നീങ്ങും എന്നുള്ള കാര്യം അറിയാം. സ്കൂളിലും കോളേജിലുമൊക്കെ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസ് വിദ്യാർത്ഥികൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അവർ 2 വീലർ റൈഡൊക്കെ
ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഹൈ സ്പീഡ് ഡ്രൈവിങ്ങും ഈ അഡ്വഞ്ചറസ് ട്രിപ്സും ഒക്കെ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ്. ബിസിനസ്സിൽ പുതിയ പാർട്ട്ണർഷിപ്പിനുള്ള അവസരം വരുമെങ്കിലും അതും ഒഴിവാക്കുക. ആൾക്കാരെ വിശ്വസിച്ച് കാര്യങ്ങൾ പറയാണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ പല നല്ല അവസരങ്ങളും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഗൃഹത്തിൽ പാർട്ടിഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കണം. നമ്മൾ വളരെ കെയർഫുള്ളായില്ല എന്നുണ്ടെങ്കിൽ ധനനഷ്ടത്തിനുള്ള സാധ്യത ഏറെയുള്ള കാലമാണ് എന്നുള്ളതുകൊണ്ട് ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സൈൻ ചെയ്യുക, അതൊക്കെ മറ്റൊരു അവസരത്തിലേക്ക് മാറ്റിവെക്കുക. അതുപോലെ തന്നെ വസ്തുവിൻ്റെ സെല്ലിങ്, വിൽക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ വാങ്ങുക, അങ്ങനെയുള്ള കാര്യങ്ങളിലും അതിനും അനുകൂലമായിട്ടുള്ള വാരമല്ല, അതും മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. പൊതുവെയുള്ള പ്രയാസങ്ങളൊക്കെ നീക്കുവാനായി ആദിത്യപ്രീതി വരുത്തുക എന്നുള്ളതാണ്. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ആദിത്യന് പുഷ്പാഞ്ജലി കഴിപ്പിക്കുക, ആദിത്യ സ്തോത്രം ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്ന് മാത്രമല്ല, മനസ്സിന് സമാധാനവും സന്തോഷവും വന്നു ചേരുകയും ചെയ്യും. കന്നിരാശി, ഉത്തര അവസാനത്തെ 3/4 ഭാഗം, അത്തം ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. പൊതുവേ തിരക്കേടില്ലാത്തൊരു കാലത്തിൻ്റെ ഒരു ആരംഭം, അതിൻ്റെ ഒരു സൂചനയെങ്കിലും ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. ബിസിനസ്സൊക്കെ തിരക്കേടില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകും. ഇപ്പോൾ സെയിൽസൊക്കെ കുറഞ്ഞിരുന്ന കാലത്ത് ഒരു ചെറിയൊരു ആശ്വാസം ഇപ്പോൾ കണ്ടു തുടങ്ങും. സെയിൽസൊക്കെ ഒരുവിധം ഇപ്പോൾ പോയി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു ഓപ്റ്റിമിസ്റ്റിക് തോട്ട് വരുന്ന ഒരു സമയമാണെന്നറിയാം. വിവാഹ കാര്യത്തിലും അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഗ്നേഷൻ അങ്ങോട്ട് ഒഴിവായി കിട്ടും. ഒരു മറുപടി ഇല്ല എന്നുള്ളൊരവസ്ഥ ഒഴിവായി കിട്ടും. വിവാഹാലോചനകളൊക്കെ വന്നു തുടങ്ങും. വിവാഹാലോചനകളൊക്കെ മുന്നോട്ട് പോകുന്നവർക്ക് വിവാഹ നിശ്ചയമൊക്കെ വരാനും ഭാഗ്യമുണ്ട്. ജോലി അന്വേഷിക്കുന്ന യങ്സ്റ്റേഴ്സിനും അതുപോലെ തന്നെ തിരക്കേടില്ലാത്ത യോജിച്ച രീതിയിലുള്ള ഒരു ജോലി വന്നു ചേരുവാനുള്ള ഭാഗ്യമുണ്ട്. ദൂരദേശ യാത്ര, വിദേശയാത്ര ഇവയ്ക്കുള്ള ഭാഗ്യം, ടൂറ്, പിക്നിക്ക്, ഇതിനൊക്കെയുള്ള അവസരം ഇവയും ഇപ്പോൾ കാണുന്നുണ്ട്. വസ്തു അധീനത്തിൽ വന്ന് ചേരുക, അത് ഗൃഹത്തിൽ ഈ പാർട്ടിഷൻ സംബന്ധമായിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്ത് വസ്തു വാങ്ങാനുള്ള ഭാഗ്യം. വസ്തുവിൻ്റെ സെല്ലിങ് ആഗ്രഹിക്കുന്നവർക്ക് അതിനും അനുകൂലമായിട്ടുള്ള സമയമാണെന്ന് പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. കല, സാഹിത്യം, ഡാൻസ്, മ്യൂസിക് അങ്ങനെയുള്ള ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസും അവാർഡ്സും ഒക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്, അല്ലെങ്കിൽ റെക്കഗ്നിഷൻ ഒക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. പൊതുവെ അനുകൂലമായിട്ടുള്ള ഫലസൂചനകൾ കാണുന്നു. അതുകൊണ്ട് തന്നെ മനസ്സിനൊരു ആശ്വാസം വരും. ലോൺ, ക്രെഡിറ്റ് സൗകര്യങ്ങളൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. പുതിയ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള പൊതുവെ ലൈസൻസ് അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുടെ സഹായം ഇതൊക്കെ ലഭിക്കുന്നതുകൊണ്ട് മനസ്സിന് സമാധാനവും സന്തോഷവും വരും എന്നുള്ളതിൽ സംശയം വേണ്ട. പ്രണയിക്കാനുള്ള ഒരു യോഗമുണ്ട് എന്നുള്ളതാണ്. പൊതുവെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവാഹ കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയവും വിവാഹ നിശ്ചയമൊക്കെ നടക്കുവാൻ ഭാഗ്യമുള്ളൊരു സമയവുമാണ്. അനുകൂലമായിട്ടുള്ള ഈ ഫലസൂചനകളിലെ തടസ്സങ്ങളൊക്കെ നീക്കുവാനായി ബുധനെ പ്രത്യേകം പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ അവതാര വിഷ്ണു ശ്രീകൃഷ്ണനെ പ്രത്യേകം പ്രാർത്ഥിക്കുക. വ്യാഴാഴ്ചകളിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുക. അവിടെ കഴിയുന്നവർ ഒരു പുഷ്പാഞ്ജലി കഴിപ്പിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങി കുടുംബത്തിൽ ഐശ്വര്യം വരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. തുലാം രാശി, ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യത്തെ 3/4 ഭാഗം. ദൂരയാത്ര, അലച്ചിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാം. അധിക പണച്ചെലവിനുള്ള സാധ്യതയുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സമയത്ത് കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം വരിക, അത് ഒരുപക്ഷെ എഡ്യൂക്കേഷണൽ എക്സ്പെൻസ് ആകാം, അല്ലെങ്കിൽ യാത്രകളുടെ എക്സ്പെൻസ് ആകാം, അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള ചെറിയ പ്രയാസങ്ങൾ കൊണ്ടുള്ള എക്സ്പെൻസ് ആകാം, മെയിൻ്റനൻസ് വർക്ക് എക്സ്പെൻഡിച്ചർ. അപ്പോൾ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് കയ്യിൽ നിന്ന് പണം ഏറെ പോകുവാൻ സാധ്യതയുള്ള ഒരു വാരമാണ് എന്നുള്ളതുകൊണ്ട് ചിലവിലൊരു നിയന്ത്രണം വേണം. അത്രയേ ഉള്ളൂ. ആഡംബരമൊക്കെ ഒഴിവാക്കുക. എന്തെങ്കിലും ലക്ഷറി ഐറ്റംസിൻ്റെ പർച്ചേസൊക്കെ ഉണ്ടെങ്കിൽ അത് മറ്റൊരു വാരത്തിലേക്ക് മാറ്റി വയ്ക്കുക എന്നുള്ളതാണ് അഭികാമ്യം എന്നുള്ള കാര്യം അറിഞ്ഞോളൂ. അതുപോലെ നമ്മൾ ലക്ഷൂറിയസ് ഔട്ടിങ്സ് ഒക്കെ പുറത്ത് പോയി ഫുഡൊക്കെ കഴിക്കുക, അങ്ങനെയൊക്കെ അധികം ഈ വാരം വേണ്ട എന്നുള്ളതാണ്. കാരണം പണം അധികം ചിലവാക്കുവാൻ പറ്റിയ ഒരു വാരമല്ല. അപ്പോൾ അതുപോലെ തന്നെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുവാനും പറ്റിയ ഒരു സമയമല്ല. ബിസിനസ്സിൽ അധികം പണം ഷെയർ മാർക്കറ്റ് ട്രേഡൊക്കെ ഉണ്ടല്ലോ, ഷെയർ ട്രേഡിലൊക്കെ കഴിയുന്നതും ഇൻവെസ്റ്റ്മെൻറ്റ് കുറയ്ക്കുക, ഒഴിവാക്കുക. അതുപോലെ ബിസിനസ് ഒന്ന് വിപുലീകരിക്കുവാനായിട്ട് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആകുക, പുതിയ ലോൺ എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, അതിനൊന്നും പറ്റിയ സമയമല്ല.
അതൊക്കെ മറ്റൊരവസരത്തിലേക്ക് മാറ്റി വെച്ചുകൊള്ളുക. വിവാഹ കാര്യങ്ങൾക്ക് തരക്കേടില്ല. വിവാഹാലോചനകളൊക്കെ വരാനുള്ള ഒരു ഭാഗ്യമുണ്ട്. വിവാഹം കഴിഞ്ഞവർക്കൊക്കെ, വിവാഹം കഴിഞ്ഞ് വരുന്നവർക്കൊക്കെ സന്തതിയുടെ ജനനം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. കുറച്ചു കാലമായിട്ട് സന്തതിയുടെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് കോംപ്ലിക്കേഷൻസൊക്കെ ഉണ്ടായിരുന്നവർക്ക് അതൊക്കെ ഒന്ന് റെക്ടിഫൈ, അതൊക്കെ ഒന്ന് ശരിയായി കിട്ടുവാനുള്ള സാധ്യതയും ഈ വാരം കാണുന്നു. വിദ്യാർത്ഥികൾക്ക് പ്രോഗ്രസ് ഹയർ എഡ്യൂക്കേഷനുള്ള ഭാഗ്യമൊക്കെ ഈ വാരം കാണുന്നു. സന്തോഷകരമായിട്ടുള്ള യാത്രകൾ, പിക്നിക്ക്, ടൂറ്, അതിനൊക്കെയുള്ള യോഗമുണ്ടെങ്കിൽ അതിലൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ ചിലവ് കഴിയുന്നതും കുറയ്ക്കുക. പ്രണയകാര്യങ്ങൾക്കൊട്ടും നല്ല സമയമല്ല. കൂട്ടുകെട്ട് കഴിയുന്നതും കുറയ്ക്കുക. പുതിയ പാർട്ട്നേഴ്സൊക്കെ ബിസിനസ്സിൽ വരുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോളൂ. അതുപോലെ നമ്മളൊരു ഡോക്യുമെൻ്റൊക്കെ സൈൻ ചെയ്യുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ഡോക്യുമെൻ്റ് പിന്നെ നമുക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് വരരുത് എന്നുള്ളതാണ്. അതാണ് പവർ ആൻഡ് അതോറിറ്റി ഉള്ള പൊസിഷൻസിലിരിക്കുന്നവരും പ്രത്യേകം ഒരു ശ്രദ്ധ വേണം. എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കുമ്പോൾ ഒരു സെക്കൻഡ് തോട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അത് ലീഗൽ കോംപ്ലിക്കേഷൻസിലേക്ക് വരാം എന്നുള്ളതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു വാരമാണ്. അത്രയേ ഉള്ളൂ. കൂടുതൽ പ്രയാസങ്ങൾ വരാണ്ടിരിക്കുവാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്ന ഈ രാശിയെ ബലപ്പെടുത്തുക. ശുക്രനെ പ്രത്യേകം പ്രാർത്ഥിക്കുക. വെള്ളിയാഴ്ചകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. ദേവീക്ഷേത്ര ദർശനോട് പുഷ്പാഞ്ജലി നടത്തുക. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. ദിവസവും മഹാലക്ഷ്മി സ്തോത്രം കൂടി ജപിച്ചോളുക. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളും നീങ്ങി മനസ്സിന് സമാധാനവും സന്തോഷവും വന്നു ചേരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. വൃശ്ചികം രാശി, വിശാഖം അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട. കുറച്ചു കാലമായിട്ടുണ്ടായിരുന്ന തടസ്സങ്ങൾ കുറയുന്നതായി അനുഭവപ്പെടും എന്നുള്ളതാണ്. അതായത് ശുഭാപ്തി വിശ്വാസം, ഒരു കോൺഫിഡൻസ് ഒക്കെ വരും. എന്തൊക്കെ മാറ്റങ്ങൾ കാണുന്നുണ്ടല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടാകാം. കഴിഞ്ഞ കുറച്ചു കാലമായിട്ടുണ്ടായിരുന്ന ബിസിനസ്സിൽ ഒരു സ്റ്റാഗ്നേഷൻ ഉണ്ടല്ലോ, ഒന്നും ഇങ്ങോട്ട് മുന്നോട്ട് പോകാത്തൊരവസ്ഥ. ആരുടെയെങ്കിലും സഹായം ചോദിച്ചാൽ അതൊന്നും കിട്ടണമെന്നില്ല. ലോണിനാണെങ്കിൽ എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് തടസ്സം വരിക. വസ്തു വിൽപ്പനയ്ക്ക് ചെന്ന് കഴിഞ്ഞാൽ അതും അങ്ങോട്ട് നടക്കാണ്ടിരിക്കുക. ഇങ്ങനെ പലതരത്തിലുള്ള തടസ്സങ്ങൾ കൊണ്ട് ഒരുപക്ഷെ കഴിഞ്ഞ കാലം അല്പം ടെൻഷൻ ഉണ്ടാക്കിയിരിക്കാം. ഈ ടെൻഷൻ കാരണം ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് വരും, ആത്മവിശ്വാസത്തിൽ കുറവ് വരും. അതൊക്കെ ഒന്ന് പരിഹൃതമാക്കുവാൻ പറ്റിയ വാരമാണ്. ഒരു പുതിയ മോട്ടിവേഷനൊക്കെ വരും എന്നുള്ളതാണ്. ആൾക്കാരുടെ സഹായമൊക്കെ ലഭിക്കാനുള്ള ഒരു ഭാഗ്യമുണ്ട്. ബന്ധുക്കളുടെയോ ഗവൺമെൻറ് സാങ്ഷനൊക്കെ ലഭിക്കുവാനോ ഒക്കെയുള്ള ഭാഗ്യമുണ്ട്. ലോണൊക്കെ ഒന്ന് ശ്രമിച്ചോളൂ. ചിലപ്പോൾ ലോണൊക്കെ തരപ്പെട്ടേക്കും. ചിലപ്പോൾ എന്ന് പറഞ്ഞതിൻ്റെ കാരണം ദശാപഹാരങ്ങൾ കൂടി നോക്കണം. കാരണം പൂർണ്ണമായിട്ടും കാലം അനുകൂലമല്ല എന്നുള്ളതാണ്. ശനിയുടെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വലിയ തുകയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടാം. ചിലപ്പോൾ അതിലൊക്കെ ഒരു കുറവ് വരാം. അപ്പോൾ ഏത് ഫീൽഡിലുള്ളവരാണെങ്കിലും, ഇപ്പോൾ ജോലിക്ക് നമ്മൾ ശ്രമിച്ചാലും, ഇപ്പോൾ അല്ലെങ്കിൽ ബിസിനസ്സിലായാലും ഹൈ സ്റ്റേക്ക് വലിയ ലാഭം അങ്ങനെയൊന്നും വരില്ല. തിരക്കേടില്ലാത്ത എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ പ്രൊപ്പോർഷനിൽ നിന്ന് കുറഞ്ഞ പ്രൊപ്പോർഷനിൽ നേട്ടങ്ങൾ വരാനുള്ള ഭാഗ്യമുണ്ട്. പ്രണയകാര്യങ്ങൾ വിവാഹത്തിലെത്താനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ളതാണ്. ആ ഏജും മൈൻഡ് സെറ്റും ഉള്ളവർക്ക് പ്രണയിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അൺഎക്സ്പെക്റ്റഡായിട്ട് പുതിയ പാർട്ട്നേഴ്സ്, ഫ്രണ്ട്സൊക്കെ വരാം. ബിസിനസ്സിൽ പാർട്ട്നേഴ്സാണ് ഉദ്ദേശിച്ചത്. ഫ്രണ്ട്സൊക്കെ വരാം. സൗഹൃദം കൊണ്ട് നേട്ടങ്ങൾ വരുന്ന ഒരു കാലമാണ്. കുടുംബത്തിൽ പാർട്ടിഷനോ കുടുംബ വസ്തുവിൽ നിന്ന് എന്തെങ്കിലും ആദായമോ ലാഭമോ ഒക്കെ വരാം. ഒരുപക്ഷെ അതിൻ്റെ സെല്ലിംഗ് ആയിരിക്കാം. എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. അതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള ഒരു ബെറ്റർമെൻറ്റ് ഈ വാരം പ്രതീക്ഷിക്കുക. അതിൻ്റെ ഒരു സൂചനയെങ്കിലും ലഭിക്കാനുള്ള യോഗമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കോൺഫിഡൻ്റായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ഭാഗ്യം ഈ വാരം കാണുന്നു എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണെന്നും പ്രത്യേകിച്ച് അറിഞ്ഞോളൂ. പ്രാർത്ഥന കൊണ്ട് പല നേട്ടങ്ങളും വന്നു ചേരുവാനുള്ള ഭാഗ്യം ഈ വാരമുണ്ട് എന്നുള്ളതുകൊണ്ട് ചൊവ്വാഴ്ചകൾക്ക് പ്രാധാന്യം കൊടുത്ത് ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുക. അവിടെ ഒരു കുങ്കുമോ അല്ലെങ്കിൽ ചുവന്ന തെറ്റിയൊക്കെ സമർപ്പിക്കുക. അപ്പോൾ ചില വ്യക്തികളെ കൊണ്ടോ സാഹചര്യങ്ങൾ കൊണ്ടോ, ഏതെങ്കിലും സാഹചര്യം നമുക്കെതിരായിട്ട് വരാമല്ലോ, ചില വ്യക്തികൾ നമുക്കെതിരായിട്ട് വരാം. അത് ശത്രുതയൊന്നും വേണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവർ ചിന്തിക്കാണ്ടിരുന്നാൽ മതിയല്ലോ. നമുക്ക് ലഭിക്കേണ്ട കാര്യങ്ങളിലൊക്കെ ഡിലേ വരാം. അതിപ്പോൾ ഗവൺമെൻറ് സെക്ടറിൽ നിന്ന് നമുക്ക് വരേണ്ട അരിയേഴ്സ് ആയാലും പ്രൊമോഷൻ ആയാലും ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് കാരണം അതൊക്കെ ഡിലേഡ് ആകാനുള്ള സാധ്യതകളിൽ ഒരു തടസ്സമുണ്ടായിരുന്നതൊക്കെ നീങ്ങുന്നതായിട്ട് അനുഭവപ്പെടും എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. സന്തോഷമായിരിക്കും.
ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വേണം, അത്രയേ ഉള്ളൂ. പ്രായമായവർ, ഒരു പ്രായം കടന്നവരൊക്കെ ആ ഒരു ഡയറ്റിങ്, യാത്രകളിലൊക്കെ ഒരു നിയന്ത്രണം, രാത്രികാല സഞ്ചാരം കുറയ്ക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഹൈ സ്പീഡ് ഡ്രൈവിങ്ങും റൈഡിങ്ങും കഴിയുന്നതും ഒഴിവാക്കുക. എന്നാൽ ചെറിയ കച്ചവടമൊക്കെ നടത്തുന്നവർക്ക് അവരുടെ ബിസിനസ്സിൽ ഒരു പുരോഗതി ദൃശ്യമാകും എന്നുള്ളതാണ്. അല്പം സെയിൽസൊക്കെ ഒന്ന് മെച്ചമാകുന്നതുകൊണ്ട് ചെറിയ ചെറിയ വെൻഡേഴ്സ്, ചെറിയ കച്ചവടമൊക്കെ നടത്തുന്നവർക്കായിരിക്കും ഒരു പുരോഗതി ദൃശ്യമാകുന്നത്. അപ്പോൾ അതുകൊണ്ട് വരുമാനം കൂടുന്നതുകൊണ്ട് തൽക്കാലം ചെറിയ ചെറിയ ബാധ്യതകളുണ്ടെങ്കിൽ ചിലതെങ്കിലും അത് കൺട്രോളിൽ നിർത്താനുള്ള ഒരു ഭാഗ്യം ഈ ചെറിയ ബിസിനസ്സുകാർക്ക് കാണുന്നുണ്ട്. വലിയ ബിസിനസ്സൊക്കെ നടത്തുന്നവർ അവർ ബിസിനസ് വിപുലീകരിക്കുവാനും മറ്റുമൊന്നും അത്ര നല്ല സമയമല്ല. ഇപ്പോൾ ഫിലിം ബിസിനസ്സിലേക്ക് പോവുക, ഇൻഡസ്ട്രിയൽ കാര്യങ്ങളിലൊക്കെ ഇടപെടുക, അതിൽ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ വരിക, അതിനൊന്നും അത്ര പറ്റിയ സമയമല്ല. അതൊക്കെ ഒന്ന് കൺട്രോൾഡായിട്ട് മുന്നോട്ട് പോവുകയോ അല്ലെങ്കിൽ മറ്റൊരവസരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിവെക്കുന്നതോ ആയിരിക്കും ഏറെ നല്ലത് എന്ന് കാണുന്നുണ്ട്. ഈ കാര്യം പ്രത്യേകം മനസ്സിലുണ്ടാകണം. അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങൾക്ക് നല്ല സമയമല്ല. വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കുവാൻ ഉദ്ദേശമുണ്ട് എങ്കിൽ അത് മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. കാരണം വിവാഹ കാര്യങ്ങളിൽ ഇപ്പോഴത്തെ എടുക്കുന്ന തീരുമാനങ്ങൾ ഒരുപക്ഷെ തെറ്റിയേക്കാം. നമുക്ക് യോജിക്കും എന്ന് ധരിക്കുന്ന ആൾ ചിലപ്പോൾ യോജിക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രണയകാര്യങ്ങളിലും നല്ലൊരു ശ്രദ്ധ വേണം. നമുക്ക് ചേരാത്ത പ്രണയം വന്നു ചേരാം, ചേരാത്ത കൂട്ടുകെട്ടിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൂട്ടുകെട്ട് സ്കൂളിലും കോളേജിലുമൊക്കെ നമ്മളൊന്ന് നിയന്ത്രിച്ചേ മുന്നോട്ട് പോകാൻ. അനാവശ്യമായിട്ടുള്ളൊരു കൂട്ടുകെട്ടിൽ ചെന്നുപെട്ട് നമുക്ക് നഷ്ടങ്ങൾ, നമ്മുടെ അക്കാഡമിക്സിൽ നഷ്ടങ്ങൾ വരാണ്ടിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ജോലി മാറുവാൻ പറ്റിയ സമയമല്ല. ഇപ്പോൾ ജോലി മാറിയാൽ പുതിയ ജോലി കിട്ടാൻ അല്പം ബുദ്ധിമുട്ട് വരാം, ഒരു അൺസർട്ടനിറ്റി വരാം. ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഒരുപക്ഷെ മനസ്സിന് അല്പം ടെൻഷൻ ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ വന്നാലും അതൊക്കെ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. ദൈവാധീനം വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യം. അപ്പോൾ ചന്ദ്ര ലഗ്നാധിപനെ ഒന്ന് ബലപ്പെടുത്തണം. അപ്പോൾ വ്യാഴാഴ്ചകളിൽ വ്രതമെടുക്കുക, ശ്രീ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോകും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. ചില സാഹചര്യങ്ങളോ അല്ലെങ്കിൽ വ്യക്തികളുടെയോ കൊണ്ടോ ഒക്കെ തടസ്സങ്ങൾ വരുന്നത് നമുക്ക് ഒഴിവാക്കുവാനായിട്ട് ശ്രീ വിഷ്ണു പഞ്ചായുധ സ്തോത്രം ജപിക്കുക. സ്ഫുരൽ സഹസ്രാരശിഖാതിതീവ്രം സുദർശനം ഭാസ്കരകോടിതുല്യം സുരദ്വിഷാം പ്രാണവിനാശി വിഷ്ണു ചക്രം സദാ അഹം ശരണം പ്രപദ്യേ. മഹാസുദർശനം നമ്മുടെ രക്ഷയ്ക്ക് എത്തുന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും പല പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടുവാനായിട്ട് ഈ സ്തോത്രം ഈ രാശിക്കാർ ജപിക്കേണ്ടത് അത്യാവശ്യം എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിസിനസ്സിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ തനിയെ കൊണ്ട് നീങ്ങിക്കോളും ഈ ജപം കൊണ്ട് എന്നുള്ള കാര്യം അറിയുക. പൊതുവേ കാര്യങ്ങളിലൊക്കെ വരുന്ന തടസ്സങ്ങളും ഈ ജപം കൊണ്ട് മാറിക്കോളും. വീട്ടമ്മമാർക്ക് പല കാര്യങ്ങളും അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല വേണ്ട രീതിയിൽ എന്നുള്ളത് കൊണ്ട് ഗൃഹത്തിനകത്തൊരു ടെൻഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. അഭിപ്രായ വ്യത്യാസവും ഒരുപക്ഷെ ചെറിയ ചെറിയ കലഹങ്ങളോ അകൽച്ചയോ ഒക്കെ ഒഴിവാക്കുവാനായിട്ട് നാരായണീയ പാരായണം അത്യാവശ്യം. ശ്രീകൃഷ്ണാവതാരം പാരായണം ചെയ്തോളൂ. ആ ദശകം പാരായണം ചെയ്യുക. മനസ്സിന് ഒരു സോഫ്റ്റ്നെസ് വരും. വിൽ ബി ഏബിൾ ടു കൺട്രോൾ അവർ മൈൻഡ് എന്നുള്ളതാണ് പ്രോപ്പർലി. അപ്പോൾ കലഹം അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമൊക്കെ ഒഴിവാക്കുവാനും ടെൻഷൻ ഫ്രീ ആയിട്ടുള്ളൊരു ലൈഫ് കുടുംബത്തിൽ വരാനും ഉള്ളൊരു ഭാഗ്യമുണ്ട്. എപ്പോഴാണോ അഭിപ്രായങ്ങൾ പറയുന്നത്, കോപം വരുന്നത് എന്ന് തോന്നുകയാണെങ്കിൽ ഹരേ രാമ 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 ഹരേ ഹരേ അത് മനസ്സിലങ്ങോട്ട് ജപിച്ചോളൂ. അത് കഴിഞ്ഞ് ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും പറഞ്ഞാൽ മതി. അപ്പോഴേക്കും അവിടെ ഒരു കലഹ സാധ്യതയുണ്ടെങ്കിൽ അത് ഒഴിവായി കിട്ടും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. ചെലവിലൊരു നിയന്ത്രണം പാലിച്ച് മുന്നോട്ട് പൊക്കുക. സാമ്പത്തികമായിട്ട് പഴയ ബാധ്യതയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മഹാലക്ഷ്മി ക്ഷേത്ര ദർശനം നടത്തിക്കോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങി കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരും. സന്തോഷമായിരിക്കുക. മകരം രാശി ഉത്രാട അവസാനത്തെ 3/4 ഭാഗം, തിരുവോണം അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. പല തടസ്സങ്ങളും നീങ്ങുവാനുള്ള ഒരു സാധ്യതയുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറച്ച് പണമൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. പിക്നിക്കിനൊക്കെ പ്ലാൻ ചെയ്യും. ദൂരദേശ യാത്ര നടക്കാം.
അല്ലെങ്കിൽ അതിനുവേണ്ടി പ്ലാൻ ചെയ്യും. പൊതുവെ ആഘോഷങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് വരുന്ന ഒരു സമയമാണ്. പുതിയ ഡ്രസ്സ് വാങ്ങുക, ഹോം അപ്ലയൻസസ് വാങ്ങുക, അതൊക്കെ പ്രത്യേകിച്ച് വീട്ടമ്മമാർക്കൊക്കെ വളരെ അനുകൂലമാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ സംഗതി മുന്നോട്ട് പോകും. എന്നാൽ പഴയ ബാധ്യതയുള്ളവർ ഇങ്ങനെയുള്ള ലക്ഷൂറിയസ് സ്പെൻഡിങ് ഒഴിവാക്കുക. ഈ രാശിയിൽ ജനിച്ചവർക്ക് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ചില ബാധ്യതകളൊക്കെ വന്നിരിക്കാം എന്നുള്ളതാണ്. അത്ര നല്ല സമയമായിരുന്നില്ല. ഇപ്പോഴും 7 ശനിയുടെ ദോഷം പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടില്ല, എന്നാലും അല്പം ഒന്ന് സോഫൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള പ്രയാസങ്ങളും കഴിഞ്ഞ കാലത്ത് വന്നിരിക്കാം. വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങൾ, ധനനഷ്ടം, കുടുംബത്തിലെ വസ്തു സംബന്ധമായിട്ടുള്ള ചെറിയ പ്രയാസങ്ങൾ, അല്ലെങ്കിൽ നെയ്ബേഴ്സിനെ കൊണ്ട് ചെറിയ പ്രയാസങ്ങൾ, കൊളീഗ്സ്, കൂടെ വർക്ക് ചെയ്യുന്നവരെ കൊണ്ടുള്ള ചില പ്രയാസങ്ങൾ കൊണ്ട് മെൻ്റൽ ടെൻഷനൊക്കെ അനുഭവിച്ചിരുന്നവർക്ക് അതിലൊക്കെ ഒരു സോഫണിങ്, അതൊക്കെ ഒന്ന് കുറയാനും മനസ്സിൽ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാനും ഒക്കെയുള്ള ഒരു അവസ്ഥ വരും. ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങളും ഒക്കെ അല്പം ഒന്ന് കുറയുന്ന വാരമാണ്. അത് എന്തെങ്കിലും ഫിസിക്കൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നുവെങ്കിൽ അതിനൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട് എങ്കിൽ അതൊക്കെ കുറേയൊക്കെ കൺട്രോൾഡ് ആകുന്ന അല്ലെങ്കിൽ പരിഹൃതമാകുന്ന ഒരു വാരമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. എന്തൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിലും അതിനൊക്കെ ഒരു പരിഹാരം വന്നു ചേരും എന്നുള്ളതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയൊരു ജോലി ലഭിക്കാനും ഒക്കെയുള്ള ഭാഗ്യം ഈ വാരം കാണുന്നു. പ്രാർത്ഥനയോടുകൂടി അതിനായി ശ്രമിക്കാവുന്നതാണ്. ഊർജ്ജസ്വലത അല്പം ഒന്ന് കുറയാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് അത്ര അങ്ങോട്ട് വിജയം വരാത്തതുകൊണ്ട് പല കാര്യങ്ങളിലും ഒരു ഊർജ്ജസ്വലത കുറയും. ഊർജ്ജസ്വലത വരുത്തുവാനായിട്ട് ആദിത്യ ഹൃദയ സ്തോത്രം ജപിച്ചോളൂ. തദോ യുദ്ധ പരിശ്രാന്തം സമരേ ചിന്തയാ സ്ഥിതം ധാവണം ചാഗ്രതോ ദൃഷ്ട്വാ യുദ്ധായ സമുപസ്ഥിതം ദേവതൈശ്ച സമാഗമ്യ ദ്രഷ്ടുമഭ്യാഗതോരണം ഉപാഗമ്യ ബ്രവീദ്രാമം അഗസ്ത്യോ ഭഗവാൻ ഋഷി രാമ രാമ മഹാബാഹോ ശൃണുഗുഹ്യം സനാതനം. ഈ രീതിയിൽ അത് ജപിച്ച് പോവുക. അത് വളരെയധികം എനർജി ഗിവിങ് ആയിട്ടുള്ളൊരു സ്തോത്രമാണ്. നമുക്ക് ആ ഊർജ്ജസ്വലത, എനർജിയൊക്കെ വരും എന്നുള്ളതിൽ സംശയം വേണ്ട. അപ്പോൾ വിദ്യാർത്ഥികൾക്കും പഠനത്തിൽ ഉയർച്ചയും ഹയർ എഡ്യൂക്കേഷനുള്ള പോസിബിലിറ്റിയും ഒക്കെ വന്നു ചേരും. കോമ്പറ്റേറ്റീവ് എക്സാംസൊക്കെ എഴുതുന്നവർക്ക് അതിൽ വിജയം വരിക്കുവാനും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനും ഒക്കെയുള്ള ഒരു ഭാഗ്യം വരും എന്നുള്ള കാര്യം അറിയുക. ശനിയാഴ്ചകളിൽ വ്രതമെടുത്ത് ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തിക്കൊള്ളുക. എല്ലാ തടസ്സങ്ങളും ഭഗവാൻ നീക്കിത്തരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. കുംഭം രാശി, അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം, പൊരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. യാത്രകൾ ധാരാളം വേണ്ടി വരുന്ന ഒരു കാലമാണ്. ചിലപ്പോൾ യാത്രകൾ കൊണ്ട് ടെൻഷൻ വരാം, അധിക പണച്ചെലവ് വരാം. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായും സാധിച്ച് കിട്ടണം എന്നില്ല. പ്രാർത്ഥനയുണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് അല്പം വൈകിയാലും ശരിയായി കിട്ടും എന്നുള്ള കാര്യം അറിയുക. കുടുംബത്തിൽ ആർക്കെങ്കിലും സീനിയേഴ്സായിട്ടുള്ളവർക്ക് ചെറിയ ആരോഗ്യ പ്രയാസങ്ങളോ അതുവഴി ടെൻഷനോ ഒക്കെ വരാം എന്നുള്ളതാണ്. പിതൃസ്ഥാനീയർക്ക് അത്ര ശുഭകരമായിട്ടുള്ള ഒരു കാലമല്ല എന്നുള്ളതുകൊണ്ട് അവരുടെ പ്രയാസങ്ങളൊക്കെ കുറയ്ക്കുവാനായിട്ട് ശിവക്ഷേത്ര ദർശനം നടത്തുക, അവിടെ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക, 108 കലശം ജലധാര അവിടെ നടത്തിക്കൊള്ളൂ. പിതൃസ്ഥാനീയർക്ക് ഞായറാഴ്ചകളിൽ നടത്തുന്നതുകൊണ്ട് പിതൃസ്ഥാനീയർക്കുണ്ടായിരുന്നു അവരുടെ ജന്മനക്ഷത്രത്തിനും അല്ലെങ്കിൽ മറ്റേത് ദിവസത്തിലായാലും ജലധാരയും ഒക്കെ നടത്തുന്നതുകൊണ്ട് പ്രയാസങ്ങളൊക്കെ നീങ്ങുന്ന ഒരു അവസ്ഥ വരും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. അധിക പണച്ചെലവിനുള്ള കാലമാണ്. വാഹനം ഒക്കെ ഡ്രൈവ് ചെയ്യുമ്പോഴൊന്ന് ശ്രദ്ധിക്കണം. ചെറിയ പ്രയാസങ്ങൾ തട്ടുക എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതൊക്കെ വരാൻ സാധ്യതയുണ്ട്. യങ്സ്റ്റേഴ്സ് 2 വീലർ റൈഡ് ഒഴിവാക്കുക, പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. രാത്രികാല സഞ്ചാരവും കുറയ്ക്കുക. ഇഞ്ചുറി പ്രോൺനെസ് എന്ന് പറയും, ഇപ്പോൾ മുറിവ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇൻഫെക്ഷൻ പ്രോൺനെസ്സും കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തണുത്ത ആഹാരം, പുറത്തുനിന്നുള്ളൊരാഹാരം ഒക്കെ കഴിക്കുന്നത് ഒന്ന് കുറച്ചോളുക എന്നുള്ളതാണ്. വിവാഹ കാര്യങ്ങൾക്ക് വളരെ ശ്രദ്ധിച്ച് മാത്രമേ മുന്നോട്ട് പോകാവൂ. ചിലപ്പോൾ വിവാഹം നടക്കാത്തവർക്ക് ധാരാളം വിവാഹാലോചനകളൊക്കെ വന്ന് പെട്ടെന്ന് നടത്താനുള്ളൊരു താല്പര്യം വരും. എന്നാൽ ദിസ് ഈസ് നോട്ട് ദി വീക്ക് എന്നുള്ളതാണ്. നമ്മൾ വളരെ നോക്കിയതിന് ശേഷം ജാതക പരിശോധനയും അതിന് വേണ്ട എൻക്വയറിയും ഒക്കെ നടത്തിയതിന് ശേഷം മാത്രം വിവാഹ കാര്യങ്ങളിൽ നിശ്ചയം എടുക്കുക എന്നുള്ളതാണ്. പ്രണയം ഒഴിവാക്കുക. കൂട്ടുകെട്ട് കൊണ്ട് ചെറിയ പ്രയാസങ്ങൾ സ്കൂളിലും കോളേജിലുമൊക്കെ വരാം, അതും അങ്ങോട്ട് കുറച്ചോളാം. കൂട്ടുകെട്ട് കുറച്ച് പഠനത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. വിനോദം അധികം വേണ്ട. വിനോദമൊക്കെ മറ്റൊരു വാരത്തിലേക്ക് നമുക്ക് മാറ്റിവെക്കാം. എല്ലാ കാര്യത്തിലും ഒരു കോൺസെൻട്രേറ്റഡ് എഫേർട്ട് ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് എല്ലാ കാര്യങ്ങളിലും വിജയം വരും എന്നുള്ളതിൽ സംശയമില്ല.
പ്രാർത്ഥനകളൊക്കെ വേണ്ട രീതിയിൽ ചെയ്യുക. ശനിയാഴ്ചകളിൽ വ്രതമെടുത്ത് ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തി കഴിയുമെങ്കിൽ അവിടെ നീരാജനം കഴിപ്പിക്കുക. ദിവസവും നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനൈശ്ചരം. ഓം ശനൈശ്വരായ നമഃ എന്നുള്ള ആ ശ്ലോകം ജപിച്ച് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോളൂ. 9 പ്രാവശ്യം ജപിച്ചോളൂ ദിവസം. ഒരു തടസ്സവും ഒരു പ്രയാസവും വരില്ല, എല്ലാം അങ്ങോട്ട് നീങ്ങിപ്പൊക്കോളും എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, നമ്മളെ വിജയത്തിലെത്തിക്കുവാനായിട്ട് ഭഗവാൻ സഹായിക്കും എന്നുള്ളതിലും സംശയമൊന്നും തന്നെ വേണ്ട. സന്തോഷമായിരിക്കുക. മീനം രാശി, പുരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ധാരാളം പണച്ചെലവ് വരുന്ന ഒരു വാരമാണ്. എന്നാൽ ആവശ്യത്തിന് പണം വന്ന് ചേർന്നോളൂ എന്നുള്ള ഏതെങ്കിലുമൊക്കെ വഴിയിൽ പണം വന്ന് ചേരും. അതിനെയാണ് അല്പം ദൈവാധീനം എന്ന് പറയുന്നത്. ഇപ്പോൾ ലോണായാലും ആരെങ്കിലും കടം തന്നാലും അല്ലെങ്കിൽ സഹായിക്കേണ്ട ഒരു അവസ്ഥ വന്നാലും ഒക്കെ പണം എവിടെന്നെങ്കിലുമൊക്കെ വന്നോളും ആവശ്യത്തിന് എന്നുള്ളതാണ്. നോട്ട് ഫോർ ലക്ഷറി, അത്യാവശ്യത്തിന് പണമൊക്കെ എവിടെന്നെങ്കിലും വന്നോളും എന്നുള്ളതാണ്. മനസ്സിന് ഒരു സന്തോഷവും സമാധാനവും ഒക്കെ വരും എന്നുള്ളതിൽ സംശയം വേണ്ട. രാശിയിൽ ജനിച്ചവരുടെ കുട്ടികൾക്ക് പ്രൊമോഷൻ, അവർക്ക് അഡീഷണൽ ഇൻകം ഒക്കെ വരാനുള്ളൊരു ഭാഗ്യമുണ്ട്. അവരുടെ വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനമാകുവാനുള്ള യോഗവുമൊക്കെ ഈ വാരം കാണുന്നു എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. വിവാഹം കൊണ്ട് നേട്ടം വരുന്ന ഒരു കാലമാണ് എന്ന് മാത്രമല്ല, കുടുംബസ്വത്തൊക്കെ ലഭിക്കാനുള്ള ഒരു യോഗമുണ്ട്. അൺഎക്സ്പെക്റ്റഡ് സോഴ്സിൽ നിന്ന് അല്പം പണം ലഭിക്കുവാനോ ചിട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാർഗത്തിലൂടെ പണം ലഭിക്കുവാനുള്ള യോഗമുണ്ട്. എന്നാൽ അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചറും വരാം. വാഹനത്തിനൊക്കെ റിപ്പയറോ അല്ലെങ്കിൽ സർവീസ് മെയിൻ്റനൻസോ ഒക്കെ വേണ്ടി വരുന്ന ഒരു വാരമാണെന്നും പ്രത്യേകിച്ചറിയുക. പൊതുവെ യാത്രകൾ കൊണ്ടും ചെറിയ പണച്ചെലവും ഒക്കെ വരാം. എന്നാൽ വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെയില്ല. വ്യാഴപ്രീതി വരുത്തിക്കോളൂ, എല്ലാ പ്രയാസങ്ങളും നീങ്ങിപ്പോകും. വ്യാഴാഴ്ചകളിൽ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അവിടെ വ്യാഴൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുക. വ്യാഴനൊരു പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. അതിൻ്റെ ആ ശ്ലോകം, വ്യാഴൻ്റെ ആ ശ്ലോകം ഭക്തിപൂർവ്വം ജപിച്ചുകൊള്ളുക എന്നുള്ളതിനാണ് ഏറ്റവും പ്രാധാന്യം. ദേവാനാം ച ഋഷീണാം ച ഗുരും കാഞ്ചനസന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതി. ഈ ശ്ലോകം 9 പ്രാവശ്യം ദിവസവും ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീക്കിത്തരും. ദൈവാധീനം വർദ്ധിക്കും. ദൈവാധീനം വർദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കാര്യങ്ങളിലുള്ള തടസ്സം നീങ്ങും. വരുമാനത്തിലുണ്ടായിരുന്ന തടസ്സം അങ്ങോട്ട് മാറിക്കൊള്ളും. ജോലി കിട്ടുന്നതിൽ എന്തെങ്കിലുമൊക്കെ അൺഎക്സ്പെക്റ്റഡ് ഓബ്സ്റ്റക്കിൾസ് ഉണ്ടെങ്കിൽ അതുമൊക്കെ നീങ്ങി കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും വന്നു ചേരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. 12 രാശികളിലായി വരുന്ന 27 നക്ഷത്രക്കാരുടെയും ഈ വാരത്തിലെ ഫലസൂചനകൾ ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി മെയിൽസാണ്. ഈ പ്രോഗ്രാമിലേക്ക് മെയിൽ അയക്കാം. സെലക്റ്റഡ് മെയിൽസിനുള്ള റിപ്ലൈ ഈ പ്രോഗ്രാമിലൂടെ തന്നെ ലഭിക്കും. അതിനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കംപ്ലീറ്റ് നെയിം, പ്ലേസ്, പിന്നെ ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം, നക്ഷത്രം, ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഈ പ്രോഗ്രാമിലൂടെ മറുപടി നൽകുവാൻ ശ്രമിക്കാം. ഇനി ചില മെയിൽസ് ഉണ്ട്, അതിലേക്ക് കിടക്കാം. മെയിൽസിൽ കുറച്ച് പേര് നമസ്കാരം പറഞ്ഞിട്ടുണ്ട്, താങ്ക് യു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളവരോട് താങ്ക് യു പറയുന്നു, നന്ദി അറിയിക്കുന്നു. അവരുടെ പ്രോത്സാഹനം ഇനിയും ഉണ്ടാകണം. ശ്രദ്ധിച്ച് കേൾക്കുക പ്രോഗ്രാം, പരിഹാരങ്ങൾ അനുഷ്ഠിക്കുക, ജീവിത വിജയം വരും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. ഇനി മെയിൽസാണ്. മെയിൽസിൽ ഈ നമസ്കാരം പറഞ്ഞവർ ശ്രീമതി ബിനി സുരേഷ്, രത്തിമോൾ, പിന്നെ ശ്രീ അഗസ്റ്റിൻ, ഹ്യൂമാനിറ്റി, നിഷിത് പത്മൻ, പിന്നീട് അജിത DSM, സാബി, ലാലി, ചിരഞ്ജീവി ശ്രീകുമാരൻ നായർ, ഇങ്ങനെ കുറേ പേര് മെയിൽ അയച്ചിട്ടുണ്ട്. നമസ്കാരം പറഞ്ഞിട്ടുണ്ട്, നന്ദി പറഞ്ഞിട്ടുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. അവരോടും നന്ദി പറയുന്നു. അവർക്ക് എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ കാലം വരട്ടെ. ഇപ്പോൾ തന്നെ അത് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷമായിരിക്കുക. ഇനി മറ്റൊരാൾ മനോജ് പൂരം, ഈ വർഷം തന്നെ ജോലി കിട്ടുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വരുമാനമുണ്ടാകുവാൻ ഭാഗ്യമുള്ളൊരു വർഷമാണ് എന്നുള്ളതാണ്. പക്ഷേ വളരെയധികം ഭാഗ്യം വരാനായിട്ട് അല്പം കൂടി കാത്തിരിക്കണം. ഇപ്പോൾ കണ്ടകശനിയുടെ ഒരു കാലമൊക്കെയാണ്.
അപ്പോൾ അൺഎക്സ്പെക്റ്റഡായിട്ട് തടസ്സവും പ്രയാസങ്ങളും ഒക്കെ വരാം. പക്ഷെ വിഷമിക്കേണ്ട കാര്യമില്ല. ജീവിതത്തിൽ നേട്ടം വരും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. പക്ഷേ ഈ കാലം ഒന്ന് കഴിഞ്ഞ് കിട്ടണം. എന്നാൽ ഈ വർഷം ചെറിയ വരുമാനത്തിനുള്ള ഭാഗ്യവും 25 അടുത്ത വർഷം അവസാനമാകുമ്പോൾ അല്പം മെച്ചപ്പെട്ട ഒരു വരുമാന മാർഗം ലഭിക്കുവാനും ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. സന്തോഷമായിരിക്കുക. അടുത്ത് ശ്രീ മണിയൻ ഭരണി നക്ഷത്രം എന്നുള്ളതാണ്. ഭരണി നക്ഷത്രം എങ്ങനെയാണ് കാലം ഉയർച്ച ഉണ്ടാകുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ഇപ്പം ചെറിയ ആരോഗ്യ പ്രയാസങ്ങളുടെ ഒരു കാലമാണ് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. ആ ചെറിയ ആരോഗ്യ പ്രയാസങ്ങൾ വരുന്നതെങ്കിൽ മാറിക്കോളൂ കേട്ടോ. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തിക്കോളൂ. ഓം നമഃ ശിവായ ഭക്തിപൂർവ്വം ജപിച്ചോളൂ. ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ അങ്ങോട്ട് നീങ്ങും. ഒരു ഏകാന്തതയൊക്കെ ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ടെൻഷൻ ഫീൽ ചെയ്യുന്ന ഒരു സമയമാണ്. അത് ഞാൻ ഏകനാണെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള മെൻ്റൽ ടെൻഷൻ വരാൻ സാധ്യത ഏറെയുള്ളത്. ഉറക്കക്കുറവൊക്കെ ഉണ്ടാക്കാം എന്നുള്ള ആ ടെൻഷൻ പരിഹരിക്കാനായിട്ട് നാരായണീയത്തിലെ 5 ദശകങ്ങൾ ദിവസവും പാരായണം ചെയ്തോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങി മനസ്സിന് സമാധാനം ലഭിക്കും. ഏകാന്തതയൊക്കെ അങ്ങോട്ട് മാറും. സന്തോഷം ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. ഇനി അടുത്ത മെയിൽ മിനിയുടെ മകം നക്ഷത്രമാണ്. ജോലി കാര്യം ആണെന്നുണ്ടെങ്കിൽ 2 വർഷം കൂടി കഴിയണം. മെച്ചമായിട്ടുള്ളൊരു ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ 2 വർഷം കൂടി കഴിഞ്ഞാലായിരിക്കും ജോലി ലഭിക്കുക. ഇപ്പോൾ ചെറിയ വരുമാന മാർഗമൊക്കെ വരാം. പുതിയ ജോലിക്ക് ശ്രമിക്കുക. എഡ്യൂക്കേഷനിൽ കുറച്ചുകൂടെ ഒരു ആഡ് ചെയ്യുക എഡ്യൂക്കേഷൻ. ചില കോച്ചിങ്ങിനൊക്കെ പോകാനും പുതിയതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുവാനുമുള്ള ഭാഗ്യം ഈ വർഷം കാണുന്നുണ്ട്. വിഷമിക്കാനൊന്നുമില്ല. സന്തോഷമായിട്ടിരിക്കുക. ഇനി അടുത്തത് മെയില് മിസ് മാനസി കൽഹാൻ, ജമ്മു എന്നാണ്. ഇംഗ്ലീഷിലാണ് കത്ത്. മലയാളം അറിയില്ല. ഐ ഡോണ്ട് നോ മലയാളം. But I want an answer to my question. What is my nakshatra and what is my rashi? എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Your nakshatram is Pushyami or Puyam and your rashi is Kataka rashi, that is Cancer rashi. And not sun sign but moon sign. But moon sign Cancer rashi is your sign. I am in love with a boy of a different culture and life patterns. How will be my love life or family life? Am I to get married to this boy? So what is my future? And that is the question that she has asked. That is Miss Manasi Kalhan. Be happy. This is a very fortunate period and you are likely to get married because your Rashi is Katakam Rashi and Pushyami Nakshatra. And you will come up very well within the next 9 months. You are likely to get a new job or you are likely to move to a new place and better things can be expected in the next 9 months, and financially you will be very stable. You are likely to buy a new vehicle or you might get a house or a flat or something of that sort, and you are going to be very happy and comfortable. Better job is also indicated. But this horoscope is not all that excellent for family life, and so you have to do certain pariharas and everything will be all right and you are going to be very happy, and also your partner is also going to be very happy when you are following the pariharam. Like this is very, very important. That is pariharam is this chant Shiva Parvati Stotram every day. Shiva Parvati Stotram every day facing east with total devotion, and you won't have any problems in your marital life or family life, no doubt about it. And along with that, as your nakshatra is Pushyami, chant Neelanjana Samanabham Raviputram Yamagrajam Chayamartanda Sambhutam Tam Namami Shanaischaram. Chant this shloka every day facing eastern direction and you'll be able to clear all problems and gain success very fast without any obstacles. Be happy and confident. Everything is going to come out very well. Om Sarvaishwaryam Bhavantu. ഇന്നത്തെ ഈ ജ്യോതിഷ പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും മാന്യപ്രേക്ഷകർക്ക് വരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ ഒരു വാരമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. ഓം ശ്രീ വിഘ്നേശ്വരായ.